തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ ഇൻ്റർവെൽ വരെ കണ്ടപ്പോഴുള്ള ഒരു പ്രതി? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. 31 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് ഞാൻ മണിച്ചിത്രത്താഴ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ഭംഗിയാണ്! അന്നത്തെ ഭംഗി എന്നും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മണിച്ചിത്രത്താഴ് 3 തലമുറയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താഴ് ഒരു പടം മാത്രമല്ല, ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നു. മാറ്റനി നൗ ഇന്ന് ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തന്നിരിക്കുന്നു. സഹജമായിട്ട് എല്ലാ പ്രാവശ്യവും പ്രീമിയർ ഷോ കാണുമ്പം എങ്ങനെയായിരിക്കും, സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് എ പ്രൂവൺ തിങ്. നേരത്തെ പ്രൂവ്ഡാണ്. കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇനിയും അതിൻ്റെ വേറൊരു HD സക്സസ്, അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ പീസായിട്ടല്ലേ നമ്മളിത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് ഇത്, എൻ്റെ കഥാപാത്രം എന്താണ്, എങ്ങനെയാണെന്ന്. നട്ഷലിൽ അവർ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന്. ഇന്ന് 31 വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും അതേ ഒരു രോമാഞ്ചനമെന്ന് പറയില്ലേ, ഗൂസ് ബംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അത്ഭുതമായ സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ HD വെർഷൻ, പിന്നെ 4K റെസൊല്യൂഷന് ഈ സിനിമ മണിച്ചിത്രത്താഴ് അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ഹൊറർ സിനിമ അത് ഈ 4K ഇതിൽ വരുമ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ പുതിയ സാങ്കേതിക വിദ്യ എല്ലാം വരുമ്പോൾ അത് പഴയതിലും രസകരമായി തോന്നുന്നുണ്ട്. അപ്ഡേറ്റഡ് വെർഷനിൽ വെച്ച് നമുക്ക് ഡോൾബി സൗണ്ടിൻ്റെ ട്രാവലൊക്കെ കേൾക്കാം. അതുമാത്രമല്ല, ഈ മണിച്ചിത്രത്താഴ് എന്ന ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു. പിന്നെ കളർഫുള്ളായിരിക്കുന്നു, മോർ കളർഫുൾ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിന് എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം.